പരമാവധി ട്രാഫിക് ലൈറ്റുകൾ ഒഴിവാക്കും. പരമാവധി ട്രാഫിക് ലൈറ്റുകളിലാണ് ഈ വണ്ടികളെല്ലാം ബ്ലോക്ക് ആവുന്നത്. പിന്നെ എല്ലാ മെയിൻ റോഡിലെ എല്ലാ ലൈറ്റുകളുടെയും ഡ്യൂറേഷൻ കൂട്ടും. അതായത് മെയിൻ റോഡിൽ പോകുന്നവർക്ക് കുറച്ചുകൂടി സമയം ഗ്രീൻ ലൈറ്റ് കിട്ടും. രാത്രി കാലങ്ങളിൽ 10 മണിക്ക് ശേഷം കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂട്ടും, പകലുള്ളതിനേക്കാൾ കൂട്ടും. രാത്രി കാലങ്ങളിൽ സൈഡ് റോഡിൽ നിന്നും ആരും വരുന്നില്ല. പിന്നെ ഒരു AI ക്യാമറയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെ ഇത് സാധനം കിട്ടിയിട്ടില്ല, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സൈഡ് റോഡുകളിൽ ആ വാഹനമില്ലെങ്കിൽ ആ ടൈമും കൂടി അണച്ചിട്ട് അവിടെ റെഡ് ഇട്ടുകൊണ്ട് മെയിൻ റോഡിൽ തരുമെന്ന് പറയുന്നു. ഞാൻ ആ സാധനം കണ്ടിട്ടില്ല. ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇതും കൊണ്ട് വന്നു. അപ്പോൾ അവരെ നമ്മൾ ഇതിലൊരിടത്ത് ഏതോ 1-2 സ്ഥലത്ത് പരീക്ഷിക്കാൻ സമ്മതിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നാൽ നമ്മൾ അവരെ ഈ ടെക്നോളജി ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന്റെ എല്ലാം നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരുണ്ട്. 5 കമ്പനികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില കമ്പനി ഇപ്പം നിലവിലില്ല. അത് പക്ഷെ നമ്മൾ ടെക്നീഷ്യനെ ഉപയോഗിച്ച് ഈ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ പറവൂർ കവലേക്ക് ഇപ്പുറം നമ്മളിപ്പോൾ MLA നിർദ്ദേശിച്ച ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ട് പറവൂരിൽ. അത് നാഷണൽ ഹൈവേ റെഡിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ആ റോഡ് ശരിയാക്കി കൊടുക്കും. അപ്പോൾ പറവൂരേക്ക് പോകുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോകാം. അത് മാത്രമല്ല, പറവൂർ കവലയിലെ ലൈറ്റിന്റെ ഡ്യൂറേഷൻ കൂട്ടും. അപ്പോൾ കുറേ കൂടെ വണ്ടി ഞാൻ കടന്നു പോകും. തോട്ടക്കാട്ടുകരയിലെ ഇരിക്കുന്ന ലൈറ്റിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെയും MLA ഒരു ഫ്രീ ലെഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞു അത് ചെയ്യും. ഇത് വർക്കിന്റെ കൂടെ റോഡ് അവർ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് താമസം വരും. അതുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും DYSP ആയിട്ട് SP ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പോലീസും കൂടി ചേർന്നുകൊണ്ട് ഇത് നടപ്പിലാക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാൻ കൂടുതൽ സമയം കൊടുക്കും എറണാകുളത്ത് നിന്ന് പോകുന്നവർക്ക്. ഇവിടെ മെയിൻ റോഡിൽ ഈ പാലത്തിന് മേളിൽ കൂടെ ഓവർബ്രിഡ്ജിൽ കൂടെ തന്നെയായിരിക്കും ദീർഘദൂര യാത്രക്കാർ വരാൻ പോകുന്നത്. സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിർത്തില്ല എന്നൊരു സംശയം പറഞ്ഞു. ഇല്ല, സൂപ്പർ ഫാസ്റ്റിനെ ഈ ബൈപ്പാസ് ഒന്നും കയറുന്നില്ലേ, ആ ബൈപ്പാസ് വഴി ആലുവയ്ക്ക് കൊണ്ടുവർ വരും. ഈ പാലത്തിനടിയിൽ കൂടെ, മാർക്കറ്റിന്റെ അവിടെ നിന്ന് പാലത്തിനടിയിൽ കൂടെ അവർ ആലുവയ്ക്ക് പോകും. നമ്മൾ പാലത്തിന് അവിടെ കൂടെ തന്നെയാണ് അങ്ങോട്ടും പോകുന്നത്. ആലുവയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന അതിലെയാണ്. അപ്പോൾ ഇതിലെ ഇറങ്ങി വരും. ഈ മെയിൻ റോഡിൽ നമ്മൾ വണ്ടി ഇവിടെയാണ്. ഈ തോട്ടക്കാട്ട് വരയിലുള്ള ഈ ലൈറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ ഒരു ഡിസൈൻ വരച്ചു കൊടുത്താൽ റോഡ് സേഫ്റ്റി അതോറിറ്റി അത് കട്ട് ചെയ്യാൻ, ഡിവൈഡർ കട്ട് ചെയ്യാൻ അനുവാദം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡിസൈൻ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ വരച്ച് കൊടുക്കും. അങ്ങനെ ടെക്നിക്കൽ എക്സ്പേർട്സ് വന്നിട്ടുണ്ട്, അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ PWD എഞ്ചിനീയർമാരെ കൊണ്ട് വരും. മുനിസിപ്പൽ ചെയർമാൻ അതിനൊരു നമ്പർ ഇട്ട് തരണം എന്ന് മാത്രമേ എനിക്ക് പറയാം. പിന്നെ MLA ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നല്ലൊരു കെട്ടിടമാണ്, ബസ്സുകൾ കൊണ്ടിടിച്ച് ഡ്രൈവർമാർ അതിന്റെ ഗ്രാനൈറ്റ് പൊട്ടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പൊട്ടിച്ചാൽ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം പിടിക്കാനായിട്ട് CMDയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നല്ല ടൈൽ പൊട്ടിച്ചു തുടങ്ങി. അത് ആ വണ്ടി കൊണ്ടുവന്നാൽ ദൂരെ നിർത്തണം. വണ്ടി കൊണ്ടുവന്ന് MLA പറഞ്ഞ കറക്റ്റാണ്. വണ്ടി കൊണ്ടുവന്ന് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ഇതുണ്ട്. ഇന്ന് ഞങ്ങള് അങ്കമാലി കയറിയപ്പോൾ അവിടെ ഇതേ പ്രശ്നമാണ്. വരുന്ന വണ്ടി കൊണ്ടുവന്ന് ഫുട്പാത്ത് ആളുകളിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ട് ഇടിക്കുകയാണ്. ഇടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. തിരുവനന്തപുരത്ത് കംപ്ലീറ്റ് പൊട്ടിച്ചു. തിരുവനന്തപുരത്തെ ബിൽഡിങ്ങിന് മുഴുവൻ പൊട്ടിച്ചു. വീണ്ടും റീവർക്ക് ചെയ്യാൻ പോയത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നതിന്റെ കാശ് തരേണ്ടി വരും. അത് നോക്കാം, അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം. നമ്പർ ഇട്ട് തരുന്ന കാര്യം ഒരു പരസ്യമായി തന്നെ ചെയർമാന്റെ തലയിൽ വയ്ക്കുകയാണ്. ചെയർമാൻ നമ്പർ ഇട്ട് തന്നാലേ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് RTO ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസും കൂടെ ഉണ്ടാവും, PWD ഉദ്യോഗസ്ഥരുണ്ടാവും. ചെയ്യും. ഞങ്ങൾക്ക് ഇതൊരു ശാശ്വതമായ പരിഹാരം. ഇപ്പൊ ഇത് ക്രമീകരണമാണ്, പക്ഷെ ഒരു ഫ്ലൈ ഓവർ ആണ് ശരിക്കും പറഞ്ഞാൽ. പുളിഞ്ചോട് ഒടുക്കി അങ്ങ് പറവൂർ ഒരു PWD മിനിസ്റ്ററുമായിട്ട് അസംബ്ലി നടക്കുമ്പോൾ അത് മന്ത്രിയുടെ യാഥാർത്ഥ്യം കണ്ടിട്ടില്ല. ഒരു ഫ്ലൈ ഓവർ ആണ് ശരിക്കും. പറവൂർ കവലയുടെ മേളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ, എലിവേറ്റർ ഹൈവേ പോലുള്ള ഒരു ഫ്ലൈ ഓവർ പുളിഞ്ചോടിൽ നിന്ന് അങ്ങ് പറവൂർ കൊല വരെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അസംബ്ലി പറഞ്ഞ് ഇത് കേന്ദ്ര CM-നെയും കാണാം, PWD മിനിസ്റ്ററെയും കണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് നല്ല ഐഡിയ ആണ്. കാരണം പറവൂർ കവലേക്ക് രക്ഷപ്പെടും. കാരണം അത് ഒഴിവായി പോയാൽ നമുക്ക് ഈ എയർപോർട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ആ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വളരെ ദിവസമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വരാൻ തന്നെ കാരണം ഞാൻ തന്നെ ഈ ദുരിതം കാലടിയിലും പോയത് അതുകൊണ്ടാണ്. നമ്മൾ കാലടിയിൽ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം കണ്ടിട്ടുണ്ട്. അവിടെ പഞ്ചായത്തും MLAയും പ്രാദേശികമായ റെസിഡൻസ് അസോസിയേഷനും മറ്റ് വ്യാപാരികളെല്ലാം ചേർന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കും.